നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ആറാട്ടുപുഴ പൂരത്തിന്റെ ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിന് മേളപ്രമാണിമാർ നിറപറ സമർപ്പിച്ചു. പെരുവനം കുട്ടന്മാരാർ, കീഴൂട്ട് നന്ദനൻ, കുമ്മത്ത് നന്ദനൻ, കുമ്മത്ത് രാമൻകുട്ടി നായർ, പെരുവനം ഗോപാലകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് സമർപ്പണം നടത്തിയത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയുടെ ഭാഗമായി റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം നിർമ്മിച്ച് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ കൂർക്കഞ്ചേരി റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായുള്ള അടിത്തറ നിർമ്മാണം തുടങ്ങി. വെള്ളിയാഴ്ച രാത്രി 500 മീറ്റർ ഭാഗം ചെയ്തു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി പണികൾ നടത്തി 1200 മീറ്റർ ഭാഗം പൂർത്തിയാക്കും. LDF അവണിശ്ശേരി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ആറാട്ടുപുഴ പൂരത്തിന്റെ ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിന് മേളപ്രമാണിമാർ നിറപറ സമർപ്പിച്ചു. പെരുവനം കുട്ടന്മാരാർ, കീഴൂട്ട് നന്ദനൻ, കുമ്മത്ത് നന്ദനൻ, കുമ്മത്ത് രാമൻകുട്ടി നായർ, പെരുവനം ഗോപാലകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് ക്ഷേത്ര നടപ്പുരയിൽ വെച്ച് നിറപറ സമർപ്പിച്ചത്. 5 പേരും ഒരുമിച്ച് ചേർന്ന് നടപ്പുരയിലെ വലിയ ഊട്ടുരുളിയിൽ ശാസ്താവിന് നെയ്യ് സമർപ്പിച്ചു. ക്ഷേത്ര ദർശനത്തിനു ശേഷം നടപ്പുരയിൽ വെച്ചായിരുന്നു സമർപ്പണം. ക്ഷേത്രത്തിലെത്തിയ പ്രമാണിമാരെ ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ സ്വീകരിച്ചു. തിരുവാതിരവിളക്ക്, ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിൽ പഞ്ചാരിമേളവും, പെരുവനം പൂരം, തറക്കൽ പൂരം എന്നീ ദിവസങ്ങളിൽ പാണ്ടിമേളവുമാണ് അരങ്ങേറുന്നത്. ഉരുട്ടുചെണ്ടയിൽ പെരുവനം കുട്ടന്മാരാരും, കുറുങ്കുഴലിൽ കീഴൂട്ട് നന്ദനനും, വലന്തലയിൽ പെരുവനം ഗോപാലകൃഷ്ണനും, കൊമ്പിൽ കുമ്മത്ത് രാമൻകുട്ടി നായരും, ഇലത്താളത്തിൽ കുമ്മത്ത് നന്ദനനും ശാസ്താവിന്റെ മേളങ്ങളിൽ പ്രമാണിമാരാകും. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയുടെ ഭാഗമായി റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം നിർമ്മിച്ച് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ഷൈല കരീമിന്റെ നേതൃത്വത്തിലാണ് കൃഷി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായിട്ട് ഏക്കർ കണക്കിന് ഭൂമി പാട്ടത്തിനെടുത്തും മറ്റും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിനിടയിൽ തന്നെ മത്സ്യകൃഷി നല്ല രീതിയിൽ ചെയ്യുന്നതിനായിട്ട് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ടാണ് ഈ പദ്ധതി ഇവിടെ RIS ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മത്സ്യകൃഷിയോടൊപ്പം തന്നെ പച്ചക്കറി കൃഷിയും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കൃഷി സമ്പ്രദായമാണ് ഈ RIS എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ മത്സ്യം വളർത്തുന്നതിലത്തെ വെള്ളമെല്ലാം കൃഷിക്ക് വളമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വീണ്ടും ആ വെള്ളം ഫിൽട്ടർ ചെയ്ത് നമ്മുടെ മത്സ്യക്കുളത്തിലേക്ക് തന്നെ എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു സമ്പ്രദായമാണ്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മത്സ്യക്കുഞ്ഞു നിക്ഷേപവും പച്ചക്കറി ഫലങ്ങളുടെ വിളവെടുപ്പ് ഉദ്ഘാടനവും നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഹസീന അക്ബർ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വിദ്യ രമേശ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TN ഉണ്ണികൃഷ്ണൻ, KB പ്രജിത, അൽഫോൺസ പോൾസൺ, സുനിത ജിനു, ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരായ ജോയിനി, ഫാത്തിമ, മറ്റുദ്യോഗസ്ഥർ, കൃഷി ഓഫീസർ നിവേദിത എന്നിവർ സന്നിഹിതരായിരുന്നു. 7.5 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച RIS പദ്ധതിക്ക് 40% സബ്സിഡിയായി ലഭിക്കും. വരാൽ കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. 6-8 മാസത്തിനുള്ളിൽ വിളവെടുപ്പ് നടത്താൻ സാധിക്കും. കൊടുങ്ങല്ലൂർ കൂർക്കഞ്ചേരി റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായുള്ള അടിത്തറ നിർമ്മാണം തുടങ്ങി. വെള്ളിയാഴ്ച രാത്രി 500 മീറ്റർ ഭാഗം ചെയ്തു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി പണികൾ നടത്തി 1200 മീറ്റർ ഭാഗം പൂർത്തിയാക്കും. പൂരത്തിന് മുമ്പേ ആളുകൾക്കും ആനകൾക്കും 3 ചക്രവാഹനങ്ങൾക്കും പോകാനുള്ള സൗകര്യമൊരുക്കും. DLC ആണ് വിരിക്കുന്നത്. 4 ചക്രവാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ലെന്ന് നിർമ്മാണ ചുമതലയുള്ള കമ്പനി എഞ്ചിനീയർ പറഞ്ഞു. 18.26 കോടി രൂപ സർക്കാർ കുടിശ്ശികയുള്ളതിനാൽ നാളുകൾക്ക് മുമ്പ് റോഡ് പണി നിർത്തിവെച്ചിരുന്നു. പൂരം സംഘാടകരുടെ പ്രതിഷേധം ഉയർന്നപ്പോൾ ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അടിത്തറ പണികൾ നടത്തിയത്. പെരുവനം ആറാട്ടുപുഴ പൂരം ദിവസങ്ങളിൽ ഇതുവഴിയുള്ള ഗതാഗതം മണിക്കൂറുകൾ നിശ്ചലമാകുമെന്ന് സംഘാടകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാർച്ച് 17 മുതൽ 25 വരെ രാവും പകലും ഭേദമന്യേ ആറാട്ടുപുഴ പൂരത്തിലെ പങ്കാളി ദേവീദേവന്മാർ എഴുന്നള്ളുന്ന പ്രധാന വഴിയായ ഊരകം മുതൽ തേവർ റോഡ് വരെയാണ് പൊളിച്ചിട്ടിരിക്കുന്നത്.
ആനകളെ എത്തിക്കാൻ 70-ലധികം ലോറികൾ ഈ വഴിയാണ് എത്തേണ്ടത്. ഒറ്റവരി ഗതാഗതമാണെങ്കിൽ എഴുന്നള്ളിപ്പുകൾ, ജനത്തിരക്ക്, വാഹനങ്ങളുടെ തിരക്ക് എന്നിവ ഉൾക്കൊള്ളാൻ കഴിയില്ല. എല്ലാ വഴികൾ കൂടിയും എഴുന്നള്ളിപ്പ് വരും. അതിനാൽ വഴിതിരിച്ചു വിടുന്നത് പ്രായോഗികമല്ല. അടിത്തറ പണി പൂർത്തിയായാൽ ഗതാഗതക്കുരുക്കിന് ചെറിയ ശമനമുണ്ടാകും. LDF അവണിശ്ശേരി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം നാടിന് തുറന്നു കൊടുക്കുന്ന കൃത്യമായ ഒരു പ്രവർത്തനം ലോകമാകെ കാണിക്കത്തക്ക രീതിയിൽ അയോധ്യ ക്ഷേത്രം തുറന്നു കൊടുത്തുകൊണ്ട് ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ആ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരം, പുതുക്കിപ്പണത പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അവിടെ ഒരു മതവിഭാഗത്തിന്റെ സന്യാസി വര്യന്മാരെ അണിനിരത്തിക്കൊണ്ട് അവരുടെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ച് കിടക്കുന്ന പ്രധാനമന്ത്രിയെയും അവരുടെ മന്ത്രോച്ചാരണത്തിനിടയിൽ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലെന്ന് മതനിരപേക്ഷതയുടെ കേന്ദ്രമെന്ന് പറയുന്ന പാർലമെന്റിനെ ഒരു മതവിഭാഗത്തിന്റെ വളരെ കൃത്യമായ അവരുടെ മാത്രം എന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള ഒരു ഉദ്ഘാടന സമ്മേളനവും നമ്മൾ കാണുകയുണ്ടായി. ഇതെല്ലാം നൽകുന്ന സന്ദേശം എന്താണ്? ഇന്ത്യ രാജ്യത്തെ, മതേതര ഭാരതത്തെ മതരാഷ്ട്രമാക്കി ഞങ്ങൾ മാറ്റിയിരിക്കുന്നു എന്ന കൃത്യമായ പ്രഖ്യാപനം നമ്മുടെ രാജ്യത്ത് നടത്തുക. അതിനേക്കാൾ വളരെ വിചിത്രമായ കാര്യം ഈ ഭരണത്തോട് അവരുടെ സമീപനമല്ല. ഭരണത്തോടുള്ള അവരുടെ സമീപനം പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത സമയത്ത് തന്നെ അധികാരത്തിന്റെ ചെങ്കോല് സ്പീക്കറുടെ അടുത്ത് തന്നെ സ്ഥാപിക്കുകയില്ല. അധികാരത്തിന്റെ ചെങ്കോൽ എന്നൊക്കെ പറയുന്നത് ഒരു രാജ്യവാഴ്ചയുടെ ഭാഗമായി നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. ES പ്രതീഷ് അധ്യക്ഷത വഹിച്ചു. PR വർഗീസ്, KP സന്ദീപ്, KK അനിൽ, KM ജയദേവൻ, സഞ്ജു കാട്ടുങ്ങൽ, PV അശോകൻ, സെബി പല്ലിശ്ശേരി, KK ജോബി, K ശശി, റാഫി കാട്ടുകാരൻ, VG വനജകുമാരി, KK മോഹനൻ, KP പ്രസാദ്, KA പ്രദീപ്, സ്മിത വിജയൻ, സംഗീത്, ഗീത ശ്രീധരൻ എന്നിവർ പങ്കെടുത്തു. ചേർപ്പ് പഞ്ചായത്തിൽ വനിതകൾക്കായി HDPE ചട്ടികളും തൈകളും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷൻ വിദ്യ രമേശ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ ജോസ് ചാക്കേരി, പഞ്ചായത്ത് അംഗങ്ങളായ ശ്രുതി വിജിൽ, KB പ്രജിത്ത്, അൽഫോൻസ പോൾസൺ, സുനിത ജിനു, സിനി പ്രദീപ്, കൃഷി ഓഫീസർ നിവേദിത, അസിസ്റ്റന്റ് സെക്രട്ടറി പുഷ്പലത, കൃഷി അസിസ്റ്റന്റ് ജാസ്മിൻ എന്നിവർ സംസാരിച്ചു. 5 വർഷം വാറണ്ടിയോടുകൂടിയ മണ്ണിൽ ലയിച്ചു ചേരുന്ന ഗുണമേന്മ കൂടിയ ചെടിച്ചട്ടികളാണ് വിതരണം ചെയ്യുന്നത്. വളരെ കുറച്ച് സ്ഥലപരിമിതിയുള്ള ആളുകളാണ് കൂടുതൽ വീട്ടുകാരും. അവർക്ക് മട്ടുപ്പാവിലോ അല്ലെങ്കിൽ അവരുടെ പരിമിതമായ സ്ഥലത്തോ വെക്കാവുന്ന രീതിയിൽ ആണ് നമ്മൾ നൽകാവുന്ന രീതിയിലാണ് ഈ ചെടിച്ചട്ടിയിലെ ഈ മിശ്രിതം ഇങ്ങനെ മാറ്റി മണ്ണില്ലാത്ത രീതിയിലാക്കിയത്. അപ്പോൾ എടുത്തു മാറ്റി വയ്ക്കാനൊക്കെ വളരെ സൗകര്യപ്രദമായ രീതിയിലാണ്. അത് ഒരു തവണ എന്തായാലും പരീക്ഷിച്ച് നോക്കാമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോൾ കൃഷി ഓഫീസർ പറഞ്ഞ പോലെ തന്നെ വെള്ളം ഒഴിക്കുന്ന രീതിക്കൊക്കെ വ്യത്യാസമുണ്ട്. നമ്മൾ ഒറ്റയടിക്ക് ഇപ്പോൾ 2-3 ലിറ്റർ വെള്ളം ഒന്നിച്ചൊഴിക്കരുത്. ചെടിച്ചട്ടിയോടൊപ്പം പച്ചക്കറി തൈകളും അവയ്ക്ക് വളരാൻ ആവശ്യമായ പ്രധാന മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം എന്നിവ കൊണ്ട് സമ്പുഷ്ടീകരിച്ച ചകിരിച്ചോർ ബ്ലോക്കുകളും ഇതോടൊപ്പം അടങ്ങിയിട്ടുണ്ട്. കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി നാടുകടത്തി. ചൊവ്വൂർ മാളിയേക്കൽ വീട്ടിൽ 29 വയസ്സുള്ള മിജോ ജോസിനെയാണ് കാപ്പ ചുമത്തി നാടുകടത്തിയത്. ഇരട്ട കൊലപാതകം, പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചത് ഉൾപ്പെടെ 11ഓളം കേസുകളിൽ പ്രതിയാണ് ഇയാൾ. നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് വന്നതിനെ തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG അജിത ബീഗമാണ് 1 വർഷത്തേക്ക് പ്രതിയെ നാടുകടത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ചേർപ്പ് പോലീസ് ഇൻസ്പെക്ടർ ലൈജുമോൻ, സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ജ്യോതിഷ് കുമാർ, സോഹൻലാൽ, വിനോദ് എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. ഈ ഉത്തരവ് ലംഘിച്ചാൽ പ്രതിക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നതാണ്. DYFI ചേർപ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ നൈറ്റ് മാർച്ച് നടത്തി.
പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു പ്രതിഷേധം. ഡിവൈഎഫ്ഐ ചേർപ്പ് ബ്ലോക്ക് സെക്രട്ടറി AS ജിംഷാർ ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ ക്ഷേത്ര പാരമ്പര്യ അവകാശ നിവർത്തന സമിതിയുടെ രണ്ടാമത് ശ്രീരാമസേവ പുരസ്കാര സമർപ്പണം നടന്നു. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ക്ഷേത്രം ഊരാളൻ പുന്നപ്പള്ളി ഡോക്ടർ PR ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് പുരസ്കാരം സമ്മാനിച്ചു. ഒരു താല്പര്യമാണ് എനിക്ക് എപ്പോഴും ഉള്ളത്. കൂടാതെ ഈ പരിപാടി വേറെ ഒരു പ്രത്യേകതയാണ്. എൻ്റെ പ്രിയങ്കരനായ എൻ്റെ സുഹൃത്തുമായ ശ്രീ കൃഷ്ണകുമാരൻ എന്ന ക്ഷണിച്ചത് തീർച്ചയായിട്ടും നല്ല സപ്പോർട്ടാണ് ജില്ലാ കളക്ടറിൻ്റെ കാര്യം ഇവിടെ വന്ന ശേഷം എനിക്ക് അദ്ദേഹം നേടിയത്. ശരിക്കും ഒരു അന്യൻ പോലെയാണ് അദ്ദേഹം എന്നോട് ചെയ്തത്. സോ എല്ലാവർക്കും എല്ലാവിധ ആശംസ അറിയിക്കുന്നു. പിന്നെ അപ്പോളജീസ് കുറച്ച് വൈകിയായിട്ട് വന്നു. കാരണം എനിക്ക് ഇലക്ഷൻ്റെ മീറ്റിംഗ്സ് ഉള്ളതിനാലാണ് കുറച്ചല്ല ഒരു മണിക്കൂർ ഏകദേശം വൈകിയായി. എല്ലാവരും ശ്രമിക്കണം. ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീരാമ പട്ടാഭിഷേകം ആലേഖനം ചെയ്ത സുവർണമുദ്രയും പൊന്നാടയും ശില്പവും ഉൾപ്പെടുന്നതായിരുന്നു പുരസ്കാരം. തേവരുടെ മകേരിയം പുറപ്പാട് മുതൽ ഉത്രം വിളക്ക് വരെ നടക്കുന്ന ചടങ്ങുകൾ ഉൾക്കൊള്ളിച്ച മാധ്യമപ്രവർത്തകൻ കൃഷ്ണകുമാർ ആമലത്ത് തയ്യാറാക്കിയ തീർത്ഥം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ജില്ലാ കലക്ടർ നിർവഹിച്ചു. ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി പുസ്തകം ഏറ്റുവാങ്ങി. തൃപ്രയാർ ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേ മനക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. സ്വാഗത സംഘം ചെയർമാൻ P. മാധവ മേനോൻ അധ്യക്ഷത വഹിച്ചു. മുൻ ദേവസ്വം ഓഫീസർ കോരമ്പത്ത് ഗോപിനാഥൻ, തങ്കം ശാരസ്യാർ, NP രാമൻകുട്ടി, പ്രകാശൻ അപ്പു, സോമൻ ഊരോത്ത്, മണി വടശ്ശേരി, തൃപ്രയാർ മോഹനൻ മാരാർ, ശങ്കരൻകുട്ടി ആചാരി, മോഹനൻ ചാഴുവീട്ടിൽ എന്നിവരെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. തൃപ്രയാർ ദേവസ്വം മാനേജർ AP സുരേഷ് കുമാർ, VR പ്രകാശൻ, ജ്ഞാനപ്പിള്ളിമന മുകുന്ദൻ നമ്പൂതിരി, P. മണികണ്ഠൻ, UP കൃഷ്ണനുണ്ണി, KN നാരായണൻ, A. സതീഷ് ചന്ദ്രൻ, കൃഷ്ണകുമാർ ആമലത്ത്, വിനു നടുവത്തേരി എന്നിവർ സംസാരിച്ചു. കാക്കിയുടെ കരുതലിൽ വയോധികൻ ജീവിതത്തിലേക്ക് മടങ്ങി. ലോഡ്ജിൽ മുറിയെടുത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 60 വയസ്സുകാരനെ പോലീസ് രക്ഷപ്പെടുത്തി. വ്യാഴാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു സംഭവം. കയ്പമംഗലം സ്വദേശിയെ കാർ സഹിതം കാണാനില്ലെന്ന കയ്പമംഗലം പോലീസിന്റെ അറിയിപ്പിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് നടത്തിയ അവസരോചിതമായ ഇടപെടലാണ് ഒരു ജീവൻ രക്ഷിച്ചത്. രാത്രി 11:30 പരാതി കിട്ടിയ ഉടനെ തന്നെ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ GD ചാർജിലുണ്ടായിരുന്ന സുനിൽകുമാർ SHO M ഷാജഹാനെ അറിയിക്കുകയും കാണാതായ ആളുടെ മൊബൈൽ ഫോൺ നമ്പർ വെച്ച് നടത്തിയ അന്വേഷണത്തിൽ ലൊക്കേഷൻ കൊടുങ്ങല്ലൂർ ഇന്ദ്രപ്രസ്ഥം ഹോട്ടലാണെന്നും കണ്ടെത്തുകയും ചെയ്തു. ആത്മഹത്യ ഭീഷണി മുഴക്കി പോയതിനാൽ ഉടൻ തന്നെ കൊടുങ്ങല്ലൂർ പോലീസിന് വിവരം കൈമാറി. കിഴക്കേനടയിലെ ഇന്ദ്രപ്രസ്ഥം ഹോട്ടൽ കോമ്പൗണ്ടിൽ നിന്നും കാറും കണ്ടെത്തി. തുടർന്ന് കാറുടമ ഹോട്ടലിനോട് ചേർന്നുള്ള ലോഡ്ജിൽ ഉണ്ടെന്ന് ജീവനക്കാരുടെ സഹായത്തോടെ സ്ഥിരീകരിച്ചു. പോലീസ് റൂമിലെത്തുമ്പോൾ അമിതമായ അളവിൽ ഇൻസുലിൻ കുത്തിവെച്ച അവശനിലയിലായിരുന്നു വയോധികൻ. പോലീസ് തുടർച്ചയായി മുട്ടിയതിനെ തുടർന്ന് വാതിൽ തുറന്നയാൾ തളർന്നു വീണു. ഇതിനിടെ മേശപ്പുറത്തെ ഫയലിൽ നിന്നും ഇയാളുടെ ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി. അമിത അളവിൽ ഇയാൾ ഇൻസുലിൻ കുത്തിവെച്ചിട്ടുണ്ടെന്ന് കുറിപ്പിൽ നിന്നും വ്യക്തമായതോടെ പോലീസ് 3ാം നിലയിൽ നിന്നും ഇയാളെ താഴെയിറക്കി ജീപ്പിൽ ആശുപത്രിയിലെത്തിക്കുകയും കയ്പമംഗലം സ്റ്റേഷനിലും ബന്ധുക്കളെയും വിവരമറിയിക്കുകയും ചെയ്തു. ഗുരുതരമായ വിധത്തിൽ ഷുഗറിന്റെ അളവ് താഴ്ന്ന വയോധികൻ തീവ്രപരിചരണത്തിലൂടെ അപകടനില തരണം ചെയ്തു. കയ്പമംഗലം SI ബിജു, CPO മുഹമ്മദ് ഫാറൂഖ്, CPO ഷെരീഫ്, കൊടുങ്ങല്ലൂർ SI രാജി, CPOമാരായ മനോജ്, രാകേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കുറുമ്പിലാവ് സ്വാമി ബോധാനന്ദ സ്കൂളിൽ കൊടും ചൂടിൽ ദുരിതമനുഭവിക്കുന്ന പറവകൾക്കായി പാന സ്നാനപാത്രങ്ങൾ വിതരണം ചെയ്തു. ഷാഴൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷീബ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക AS ആശാലത അധ്യക്ഷത വഹിച്ചു. സഖ്യം കൂനമൂച്ചി യൂണിയൻ രക്ഷാധികാരി മേജർ PJ സ്റ്റേജുവാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. തൃശൂർ യൂണിയൻ സഹകാരി ഫോറം കൺവീനർ KB പ്രമോദ്, PTA പ്രസിഡന്റ് ഹിലർ അഹമ്മദ്, KS അഞ്ജന, ഫിദ ഫാത്തിമ, അനയ് കൃഷ്ണ, വിജിൽ കൃഷ്ണ, മിശ്രിയ സലാം, KS അനശ്വര, PN റംഷാദ്, KJ പ്രത്യുത് എന്നിവർ പങ്കെടുത്തു. വെങ്കിണിശ്ശേരി പയ്യപ്പാട്ട് പരേതനായ ദാമോദരന്റെ ഭാര്യ തങ്കമണി നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കോടന്നൂർ SN നഗർ വെങ്ങാലി വേലായുധൻ ഭാര്യ കൊച്ചുകുട്ടി നിര്യാതയായി. 101 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇന്നത്തെ സ്വർണ്ണവില
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6060 രൂപ, പവന് 48,480 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആറാട്ടുപുഴ പൂരത്തിന്റെ ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിന് മേളപ്രമാണിമാർ നിറപറ സമർപ്പിച്ചു. പെരുവനം കുട്ടന്മാരാർ, കീഴൂട്ട് നന്ദനൻ, കുമ്മത്ത് നന്ദനൻ, കുമ്മത്ത് രാമൻകുട്ടി നായർ, പെരുവനം ഗോപാലകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് സമർപ്പണം നടത്തിയത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയുടെ ഭാഗമായി റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം നിർമ്മിച്ച് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ കൂർക്കഞ്ചേരി റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായുള്ള അടിത്തറ നിർമ്മാണം തുടങ്ങി. വെള്ളിയാഴ്ച രാത്രി 500 മീറ്റർ ഭാഗം ചെയ്തു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി പണികൾ നടത്തി 1200 മീറ്റർ ഭാഗം പൂർത്തിയാക്കും. LDF അവണിശ്ശേരി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.